ജി കോളേജ് എന്ന് പറയുന്ന സാധനമാണ് അത്. അപ്പുറത്ത് മതിൽ കാണുന്നത് MG കോളേജ്. അതിന്റെ കോമ്പൗണ്ടാന്ന് തോന്നുന്നത് ഫുള്ള്. യൂണിവേഴ്സിറ്റി കോളേജാണ് ഇത്. പുറത്ത് മോഹൻലാൽ പഠിച്ചത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി കോളേജ്, MG കോളേജ് അല്ലേ? നമ്മള് വഞ്ചൂർ കോടതിയിലവിടെ നിന്ന് നമ്മള് ഫ്രണ്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ സെൻട്രലിലൊക്കെ നോക്കി നല്ല ചെടികളൊക്കെ നേരിട്ട് വളർത്തി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മരം ചാഞ്ഞ് റോഡിൽ കൂടി ഇങ്ങനെ നിൽക്കുക. ഇതുകൊണ്ട് പോലീസ് വണ്ടി പോകുന്നുണ്ട്. വെള്ളം കുപ്പിയും വണ്ടി. കുപ്പിയും വെള്ളവും. നിറച്ചും കരിക്ക് വാരി അടുക്കി വെച്ചിരിക്കുന്നത് വഹിക്കുന്നത്. നിറച്ചും കരിക്ക് ഒന്നത്തരം ഭയങ്കര നാറ്റം. അതിന്റെ ഇടയിൽ ഇത് എങ്ങനെ കൊണ്ടിട്ട് വെട്ടിക്കുടിക്കുന്നു? നാറ്റം കൊണ്ട് നിൽക്കാൻ വലിയ ഓട വീണല്ലേ അവര് ഇതുവഴി കയറി പോകാല്ലേ? ഇതുണ്ട്. ഇത് ഈ സ്ഥലത്തിന്റെ പേര് സിറ്റിക്കകത്തോട്ട് ചാലയല്ല, നമ്മുടെ ഈ പഴവങ്ങാടി അടുത്തോട്ട് പോകേണ്ട വഴിയായിരുന്നു. നമ്മൾ അതുവഴി പുറത്തോട്ട് കയറി. അതായത് ഇവിടെ എന്തിനാണ് എന്ത് വഴിയാ? ഇത് ബാങ്കിൻ്റെതല്ലേ? കേരള ബാങ്ക്. കേരള ബാങ്ക്. അതിന്റെ സൈഡിൽ കൂടെയുള്ള റോഡെ നമ്മൾ പോവുകയാണ്. കരിക്ക് വെട്ടി മേടിക്കും കൂട്ടി വെച്ചിരിക്കുന്ന ഇവിടെ കരിക്ക് ഷേക്ക് അടിക്കുന്ന സ്ഥലമാണ്. അതിനെ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറാൻ പറ്റും. ഇവിടെയാണ് അഡ്വക്കേറ്റ് ഇതിന്റെ മണ്ടയിലാണ് ഓഫീസ്. ഇത് മാതൃഭൂമി റോഡ്. ഒരു പോലീസ് മറ്റേ ഫോറസ്റ്റിന്റെ ആണെന്ന് തോന്നുന്നു പോയ വണ്ടി ഇല്ലേ? ഫോറസ്റ്റ് അടുത്ത വണ്ടി കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന്
ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലത്തിന് സെക്രട്ടേറിയറ്റ് അല്ലേ? നമ്മുടെ സെക്രട്ടേറിയറ്റ് ആണ് ഈ കാണുന്നത്. ഈ ഭാഗം മൊത്തം കാണുന്ന സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് സമരം വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ. എപ്പോഴും ആൾക്കാർ ഏതാണ്ട് പോലീസുകാർട്ടൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പല കൊടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പോലീസ് വണ്ടി കിടപ്പുണ്ട്. പിന്നെ മാധ്യമങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടെ എന്തോ സമരം എന്തോ ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ബാരിക്കേഡൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ ആ സൈഡിൽ. മൊത്തം ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുക. ആ സൈഡ് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലോസ് ചെയ്ത് വെച്ച് മൊത്തം ബ്ലോക്കാക്കി വെച്ചിരിക്കുക. കുടിവെള്ളം കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നത്. ടാങ്ക് ലോറി. ഇവിടെ ഒരു ഇന്ത്യൻ പെട്രോൾ പമ്പ്. ഡ്രൈവിംഗ് സ്കൂള് പഠിക്കുന്ന ഒരു വണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് കൊടിയൊക്കെ പിടിച്ച് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മഞ്ചൂര് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാം. ഇവിടെയൊക്കെ വണ്ടികൾ തിരക്കെല്ലാം ഇന്ന് കുറവുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലം കിട്ടത്തില്ല. അങ്ങനെ വിചാരിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനെല്ലാം സ്ഥലം കിട്ടി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. പോയിട്ട് കാണാം. ഓക്കെ. ബസ് പോകുന്ന കണ്ടോ? കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? സൗണ്ട് പോലും കേൾക്കാൻ പറ്റത്തില്ല ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഇതാണ്. ഇലക്ട്രിക് ബസ്സല്ലേ, അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഒരു സ്കോഡ വണ്ടി കിടക്കുന്ന കേട്ടോ, ഒരു കാറ്. മറ്റേ സതീഷ് ചേട്ടൻ്റെ ഇരുന്ന സൈസ് വണ്ടിയാണ്. ഇതാണ് ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടാണ് ആ കാണുന്നത് ഫുള്ള്. അതെല്ലാം ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടാണ്. നമുക്കിനി പോകേണ്ടത് അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകാനുള്ളത്. ഇതാണ് ജനറൽ ആശുപത്രി. ആശുപത്രിയുടെ കോമ്പൗണ്ട് വളാണ് ഈ സൈഡിൽ, ഇടത്തെ സൈഡിലാണ്. അതാണ് ആശുപത്രി, ജനറൽ ആശുപത്രി കോമ്പൗണ്ട് വള. നമുക്കിനി വലത്തോട്ടാണ് തിരിച്ചു പോകാനുള്ളത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി നിറച്ച് കടകൾ കണ്ട. ഒരു ചായക്കട, ഒരു ചായക്കടയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുമ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. സിഗ്നൽ വീണായിരിക്കുകയാണ്. നമ്മളിപ്പോൾ വലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ വലത്തെ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാണ്. ഈ സൈഡിലൊക്കെ നിറച്ച് വണ്ടികൾ കൊണ്ട് അടിക്കാൻ ഫുള്ളായിട്ട് വണ്ടികൾ ഒതുക്കി വെച്ചിരിക്കുക. നിറച്ചും വണ്ടിയാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഒരു സ്കൂളല്ല, രണ്ട് സ്കൂളുണ്ട്. സെൻട്രൽ ബാങ്ക്.